കുഞ്ഞുമക്കൾ എന്ത് പഠിപ്പിക്കാനാ പറഞ്ഞേ? നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുമക്കളെ 3 കാര്യമാണ് അത് പഠിപ്പിക്കേണ്ടത്. എന്താ പറഞ്ഞത്? നിങ്ങളുടെ നബിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, റസൂലുള്ളാഹിന്റെ കുടുംബത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, ഖുർആൻ ഓതാൻ പഠിപ്പിക്കണം. ഈ 3 കാര്യം പഠിപ്പിക്കണം എന്നാ പുണ്യനബി പറഞ്ഞു. ആ നബിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണത് എന്താ അറിയോ? നമ്മൾ ഉസ്താദുമാരോടൊക്കെ പറഞ്ഞു, ഓൾക്ക് 8:15 ബസ് വരും, 8 മണിക്ക് നിങ്ങൾ മദ്രസയിൽ നിന്ന് വിട്ടുകൊടുത്താലേ അവൾക്ക് ബസ് പോകാൻ പറ്റുള്ളൂ. ഏതൊക്കെ ഖുർആൻ പഠിക്കാൻ വന്ന കുഞ്ഞുമോൾ അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആന്റെ മുമ്പിൽ നിന്ന് 8 മണിക്ക് എഴുന്നേറ്റ് പോരണമെന്ന് പറയുന്ന പിതാവേ, നീ അല്ലാഹുവിനോട് എന്ത് സ്നേഹമുണ്ടെന്നാ പറയുന്നത്? ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ബസ്സിൽ കയറാൻ 8 മണിക്ക് എഴുന്നേറ്റ് പോരണം എന്ന് പറയുന്ന നീ അല്ലാഹുവിനോട് എന്ത് മഹബത്തുണ്ട് എന്നാ പറയുന്നത്? നിങ്ങളെ എന്ത് മഹബത്താണ്? ഇംഗ്ലീഷ് പഠിക്കാനല്ലേ കുഞ്ഞു മക്കൾക്ക് മദ്രസ പഠനം നമ്മൾ തടഞ്ഞു വെച്ചത്? മദ്രസ പഠനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആന്റെ പഠനമാണ് അല്ലേ? നമ്മൾ പറയുന്നില്ല സംവിധാനമില്ലേ, നമ്മളല്ലേ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യണ്ടേ? എന്തേ നമ്മൾ വലിയ വലിയ വീടുകൾ എടുക്കുന്നില്ലേ? വലിയ വലിയ വീടുകൾ ഞാൻ വിചാരിക്കാൻ പാനൂരും പരിസരത്തുമുള്ള ഒരു 10 വീടിന്റെ വില ഉണ്ടായാൽ നിങ്ങൾക്ക് വലിയ ഒരു ക്യാമ്പസ് ഉണ്ടാക്കിയിട്ട് അല്ലാഹുവിന്റെ ദീനിന് പ്രാമുഖ്യം കൊടുത്ത് ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ പറ്റാവുന്ന സംവിധാനം ചെയ്യാൻ കഴിയൂലേ? ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മളാരും ഒരുക്കമല്ല. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതൊക്കെ കുറച്ച് മെനക്കെടാണ്, അതൊക്കെ കുറച്ച് മെനക്കെടാം. നമ്മൾ പിന്നെ എന്ത് ത്യാഗം എന്നാ നമ്മൾ പറയുന്നത്? എത്ര പണക്കാരുടെ മക്കളാണ് വഴികേടിലായി പോയത്. ഞാൻ ഇന്നലെ ഓർക്കുന്നു, ഞാൻ നോമ്പ് തുറക്കാൻ പോയിരുന്ന സ്ഥലത്ത് നിന്ന് എന്റെ പ്രിയപ്പെട്ടൊരു സഹോദരൻ മർസൂഖ് എന്ന് പറയുന്ന സഹോദരൻ, അല്ലാഹു ആ കുടുംബത്തിന് ഐശ്വര്യം കൊടുക്കട്ടെ. ഭയങ്കര ഒരു വല്ലാത്ത മനുഷ്യനാണ് മർസൂഖ്. ആ സഹോദരൻ, ഞാൻ ഇന്നലെ രാവിലെ ആ സഹോദരനെ കുറിച്ച് ആ സഹോദരന്റെ അയൽവാസികൾ പറഞ്ഞു, വലിയ നല്ല വീടും സൗകര്യമൊക്കെയാണ്, പക്ഷേ റമദാൻ ഒന്നായ ഗേറ്റ് ഫുള്ളായിട്ട് തുറന്നിട്ടു. സൗദി അറേബ്യയിൽ വലിയ പച്ചക്കറിയുടെ ബിസിനസ് ഉള്ള ആളാണ്. എന്നാൽ റമദാൻ ആയാൽ നാട്ടിലേക്ക് കടന്നു വരും, നാട്ടിലേക്ക് വരും. എന്നോട് പറയും, ഇന്നലെയും പറഞ്ഞു, സത്യത്തിൽ റമദാൻ അവിടെ നിന്ന് അങ്ങോട്ട് വരാൻ പറ്റൂല, അത്രയും ബിസിനസ് തിരക്കുള്ള സമയമാണ്. അറബികൾ നല്ലപോലെ ഫ്രൂട്ട്സ് കഴിക്കുന്ന, ഫ്രൂട്ട്സ് കച്ചവടം നടക്കുന്ന സമയമാണ്. പക്ഷെ എല്ലാ കൊല്ലവും റമദാൻ ഒന്നിനു വന്നിരിക്കും. എന്തറിയും, വരുന്ന പാവങ്ങൾക്കൊക്കെ എടുത്തു കൊടുക്കാൻ. അയാൾ പറയാറുള്ളത്, അല്ല തന്നതല്ലേ, വീതിക്കാൻ അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചതല്ലേ. ആ ചെറുപ്പക്കാരനൊരു കുടുംബത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ കരുതിയത് അയാൾ മുസ്ലിമാണ് എന്നാണ്. കാരണം ഞങ്ങളെ കണ്ടപ്പോൾ സലാം പറഞ്ഞില്ല, ഞങ്ങൾ നിസ്കരിക്കാൻ പോകുമ്പോൾ നിസ്കരിക്കാൻ വന്നില്ല, ഞങ്ങൾ നിസ്കരിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങൾ പോയിക്കോളി. മാത്രമല്ല കൂടെ ഉള്ളവരൊക്കെ അയാളെ വിളിക്കുന്നത് ഉണ്ണി 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 എന്നാണ്. അപ്പം ഞങ്ങൾ വിചാരിക്കും ചെയ്തു ഉണ്ണികൃഷ്ണനായിരിക്കും പേര്. പിന്നെയാണ് ഒരാൾ എന്നോട് പറഞ്ഞത് ഇവർ മുസ്ലിങ്ങളാണ്, ഇന്നാലിൻ്റെ കുടുംബമാണ്. അപ്പോൾ അവർ ചോദിച്ചത്ര, എന്നിട്ട് എന്തേ നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോൾ പോലും അവർ വരാതിരുന്നത്, അവരെ സലാം ചെല്ലാതിരുന്നത്? അതൊന്നും അറിയില്ല. ഒരാൾ ഇയാളോട് തിരിച്ചു പോകുമ്പോൾ സലാം ചൊല്ലിയപ്പോൾ, സലാം അലൈക്കും സലാം ചൊല്ലിയപ്പോൾ പറയേണ്ടത്രേ, എന്നാ ശരി, സലാം മടക്കാൻ പോലും അറിയില്ല. ഇവൻ പഠിച്ചത് ഊട്ടിയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ സ്കൂളിലാണത്രേ. ഊട്ടിയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ സ്കൂളിലാണ് അവന്റെ വാപ്പവനെ പഠിപ്പിച്ചത്. പിതാവേ, എന്ത് കുട്ടി നിങ്ങൾ പഠിപ്പിച്ചിട്ട് ഒരു സലാം പോലും മടക്കാൻ പൊന്നു മക്കളെ പഠിപ്പിക്കാത്ത വിദ്യാഭ്യാസം ഏത് ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കാനാ? പിന്നെ നീ എന്ത് മുസ്ലിം എന്നാ പറയുന്നത്? നമ്മൾ ഒരുങ്ങണ്ടേ? നമ്മൾ വിചാരിച്ചാൽ കഴിയില്ലേ? ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ സഹോദരങ്ങളോട്, എവിടെ പോയാലും ഭൗതികത്തിന്റെ താല്പര്യമില്ലാതെ അല്ലാഹുവിന്റെ താല്പര്യങ്ങൾ നമ്മൾ എവിടെയും കാണുന്നില്ല. അർഹമുർറാഹിമീനായ അല്ലാഹുവേ, പടച്ച റബ്ബേ, നിനക്കായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. പറയൂ, നിനക്കായി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്, നിനക്കായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അപ്പൊ റബ്ബിനോട് സ്നേഹം ഉണ്ടാവുക.